നമസ്കാരം, നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. എന്തുകൊണ്ടാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ദിനം ആഘോഷിക്കാൻ തെരഞ്ഞെടുത്തത്? വാലന്റൈൻസ് ഡേ പ്രണയത്തിന്റെ ദിനമായി കണക്കാക്കപ്പെടുന്നു. മിക്ക രാജ്യങ്ങളിലും വാലന്റൈൻസ് ദിനം ആഘോഷിക്കപ്പെടുന്നു. ഈ ദിവസം പ്രണയിതാക്കൾ അവരുടെ ഉള്ളിലെ പ്രണയം പങ്കാളിയുമായി പങ്കിടുന്നു. വാലന്റൈൻസ് ആഴ്ചയിലെ വാലന്റൈൻസ് ദിനം, അതായത് ഫെബ്രുവരി 14 പ്രണയിതാക്കളെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതയുള്ളതാണ്. ഈ ദിവസത്തെക്കുറിച്ച് നിരവധി കഥകൾ പ്രചരിക്കുന്നുണ്ട്. ഫെബ്രുവരി 12, 13, 15 തീയതികൾക്ക് പകരം 14-ാം തീയതി എന്തുകൊണ്ടാണ് വാലന്റൈൻസ് ദിനമായി തെരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് പിന്നിലെ പ്രത്യേക കാരണം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. വാലന്റൈൻസ് ഡേക്ക് പിന്നിലെ ചരിത്രം. ഈ ദിവസം ഒരു റോമൻ ഉത്സവത്തോടെയാണ് ആരംഭിച്ചത്. ഓറിയ ഓഫ് ജേക്കബ് ഡി വാരിസൺ എന്ന പുസ്തകം അനുസരിച്ച് റോമിൽ സെന്റ് വാലന്റൈൻ എന്നൊരു പുരോഹിതനുണ്ടായിരുന്നു. ലോകത്ത് സ്നേഹം വളർത്തുന്നതിൽ അദ്ദേഹം വിശ്വസിച്ചു. അയാൾക്ക് സ്നേഹം ജീവിതമായിരുന്നു. എന്നാൽ പുരോഹിതന്റെ ഈ പ്രസ്താവന റോമൻ രാജാവായ ഗ്ലോഡിയാസിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പ്രണയവും വിവാഹവും പുരുഷന്മാരുടെ ബുദ്ധിയെയും ശക്തിയെയും സ്വാധീനിക്കുമെന്ന് റോമൻ രാജാവ് വിശ്വസിച്ചിരുന്നു. ഇക്കാരണത്താൽ രാജാവിന്റെ രാജ്യത്ത് താമസിക്കുന്ന പട്ടാളക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. രാജാവിന്റെ എതിർപ്പ് വകവയ്ക്കാതെ പ്രണയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിശുദ്ധ വാലന്റൈൻ റോമിലെ ജനങ്ങളെ പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും പ്രേരിപ്പിച്ചു. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് രാജാവിന്റെ രാജ്യത്ത് ജീവിച്ചിരുന്ന നിരവധി പട്ടാളക്കാരും ഓഫീസർമാരും വിവാഹിതരായി ജീവിതം മുന്നോട്ട് നയിച്ചു. ഇതിൽ കുപിതനായ രാജാവ് പുരോഹിതനായ വിശുദ്ധ വാലന്റൈനെ BC 269 ഫെബ്രുവരി 14 തൂക്കിലേറ്റി. അന്നു മുതൽ എല്ലാ വർഷവും ഈ ദിവസം പ്രണയ ദിനമായി, അതായത് വാലന്റൈൻസ് ദിനമായി ആഘോഷിക്കപ്പെടുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നത് എന്ന്? വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.